രോഗഭീഷണി ജില്ലയിൽ 25 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗബാധയെ തുടർന്ന് ഒരു മരണം സ്ഥിരീകരിച്ചു. മുണ്ടിക്കൽ താഴെ ഭാഗത്താണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർക്ക് രോഗലക്ഷണം കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത ശക്തമാക്കി. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എത്രത്തോളം ഗൗരവതരമായിട്ടാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നൽകുന്നത്? സുരേഷ്, അതിജാഗ്രത ജില്ലാ വകുപ്പ് ഇതിൽ എടുക്കുന്നുണ്ട്. കാരണം ഷിഗല്ല ഇതിനു മുമ്പും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മുണ്ടിക്കൽ താഴത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ ഒരു അദ്നാൻ എന്ന ഒരു 11 വയസ്സുകാരൻ 2 ദിവസം മുമ്പ് മരണപ്പെടുന്നു. അത് പിന്നീട് ഷിഗല്ല ബാധിച്ചതാണെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. കുട്ടിക്ക് വയറിളക്കും ഛർദിയും ഒക്കെ ഉണ്ടായി ഡീഹൈഡ്രേഷൻ സംഭവിച്ചാണ് മരിക്കുന്നത്. പിന്നീട് ഈ വീട്ടിൽ വന്ന ആളുകൾക്കും ചുറ്റുപാടുമുള്ള ചില ആളുകളിലേക്കും അത് രോഗം ബാധിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രത, അല്ലെങ്കിൽ ഒരു അപകട സ്ഥിതി ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് തിരിച്ചറിയുകയും അടിയന്തര നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് മുണ്ടിക്കൽ താഴം പ്രദേശത്ത് മെഡിക്കൽ കോളേജ് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജും ചേർന്ന് സംയുക്തമായി ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകുകയുമാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത്. അതായത് ഈ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിനകത്ത് ശുദ്ധമല്ലാത്ത രീതിയിലുള്ള മലിനമായ വെള്ളം, ആഹാരപദാർത്ഥം തുടങ്ങിയവയിലൂടെയാണ് അകത്ത് കയറുന്നത്. രോഗിയുടെ മലവിസർജ്യത്തിൽ നിന്നും അത് പെട്ടെന്ന് മറ്റുള്ളിലേക്ക് പകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പക്ഷേ അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ മുമ്പ് റിപ്പോർട്ട് ചെയ്ത സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കൂടുതൽ ആളുകളിലേക്ക് വരുന്നു. 25ഓളം പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ഇപ്പോഴും 14ഓളം പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. 9 പേർ അതിൽ കുട്ടികളാണ്. കുട്ടികൾക്കാണ് ഇത് കൂടുതൽ വരുന്നത് എന്നുള്ളൊരു ആശങ്കയും ഇപ്പോഴുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഈ നാട്ടുകാരനാണോ? ഇതൊരു പരിശോധന എന്താണ് ഇപ്പോഴത്തെ ഇവിടെ സാഹചര്യം? കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ മരിച്ച കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചുള്ള ലക്ഷണങ്ങൾ കണ്ടത്. അതിന് മുന്നേ തന്നെ ആ വീടുകളിൽ 1-2 പേർക്ക് ഇതേമാതിരി ലക്ഷണം ഉണ്ടായിട്ട് പുറത്തുള്ള ക്ലിനിക്ക് കാണിച്ചിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് ഇവർ ടയേർഡാവുകയും ബുധനാഴ്ച വൈകുന്നേരം തന്നെ കൊണ്ടുപോയി മെഡിക്കലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു കുട്ടിയിലാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. മറ്റുള്ളവരിലേക്ക് ഇത് പകരാനുണ്ടായ സാഹചര്യം അത് പ്രത്യേകിച്ച് എന്താ ഭക്ഷണമാണ്, എന്താണ് സോഴ്സ് എന്നുള്ളത് ഇതുവരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷണത്തിലാണ്. അപ്പോൾ സമീപത്തുള്ള വീടുകളിലെ വെള്ളമെല്ലാം അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയിട്ടില്ല. അവരെല്ലാ വീട്ടിലും വന്നിട്ട് എല്ലാ വീട് പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ കിണറുകളിലൊക്കെ പിന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ട എല്ലാം വന്നിട്ടുണ്ട്. അവർ പിന്നെ ബാത്റൂംസാണ് മെയിനായിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഈ രോഗികൾ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂംസ് വേറെ ആരും ഉപയോഗിക്കുന്നത് അത് ക്ലോറിനൈസ് ചെയ്യണം വേണ്ടി പറഞ്ഞു. പിന്നെ എപ്പോഴും ചുടുവെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോർമൽ കൊറോണയ്ക്ക് സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മുൻകരുതലും സ്വീകരിക്കാം. വെള്ളം എല്ലാവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്? ORS കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വെള്ളങ്ങൾ ധാരാളമായിട്ട് ചൂടുവെള്ളം കുടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടിക്കാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അവർ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ സുരേഷ്, ഈ രീതിയിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് തൊട്ടരികിലായി അവർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പും പരിശോധന നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ട ആളുകൾക്ക് അതിനാവശ്യമായ മരുന്നും മുൻകരുതലെടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ആ തരത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിനു മുമ്പ് കുറച്ചധികം ആളുകളിലേക്ക് ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഒപ്പം ഒരു കുട്ടിയുടെ മരണവും സംഭവിച്ചിരിക്കുന്നു. ഷഹീദ് പറഞ്ഞതുപോലെ തന്നെ ഒരു മരണം നടന്നു. ഞാൻ ഷഹീദിലേക്ക് വരാം. അതിനു മുൻപ് ഡോക്ടർ സുൽഫി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുൽഫി, ഷിഗല്ല ബാക്ടീരിയ അത്രയ്ക്ക് അപകടകാരിയല്ല എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയിരുന്നുവെങ്കിലും പക്ഷേ കോഴിക്കോട് കാണുന്ന സാഹചര്യം അങ്ങനെയല്ല എന്ന് തോന്നുന്നു. ഒരു കുട്ടി മരിക്കുന്നു, അതിനുശേഷം ആ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരിലേക്ക് കൂടി വരുന്നു. എത്രത്തോളം ജാഗ്രത ഇക്കാര്യത്തിൽ വേണം? എനിക്ക് വോയിസ് ബ്രേക്ക് ചെയ്യാണ്. ഞാനൊന്നും കേൾക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ഫ്രാഗ്മെന്റ്സ് ഓഫ് സെന്റൻസസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ ക്ലിയർ ആണോ ഡോക്ടർ? ഇപ്പൊ ക്ലിയർ ആണ്. ഡോക്ടർ, ഈ കോഴിക്കോട് ഷിഗല്ല ബാക്ടീരിയ ബാധയാണ്. അതിലൊരു മരണം, അതിനുശേഷം ആ കുട്ടി 11 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 9ഓളം പേർക്ക് കൂടി ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടാകുന്നു, ഷിഗല്ല ബാക്ടീരിയ ബാധ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രത്യേക ക്യാമ്പും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കുന്നു. ഒരു മരണവും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇത് മറ്റുള്ളവരിലേക്ക് ഇത് പ്രകടമായി കാണുകയും ചെയ്യുന്നു. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യമാണോ ഇത്?
ഇപ്പൊ ഈ കാര്യത്തെ കുറിച്ച് ഒരു കാര്യത്തിലും വറി ചെയ്യേണ്ട കാര്യമില്ല. ഷിഗല്ല മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഭാരതത്തിലോ കേരളത്തിലോ ഒക്കെ തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചുള്ള മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഷിഗല്ല മൂലമുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം തന്നെയും നമുക്ക് കൺട്രോൾ ചെയ്യാനോ അത് നിയന്ത്രണത്തിൽ വരുത്തുവാനോ ബുദ്ധിമുട്ടുള്ള കാര്യത്തിലല്ല. പക്ഷേ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ അത് നമുക്ക് ദിവസങ്ങൾ പോലും വേണ്ട അതിനെ കൺട്രോൾ ചെയ്യാനുള്ള നമുക്ക് വ്യക്തമായ മരുന്നുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അതിന്റെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്ക് വ്യക്തമായ രീതിയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. തീർച്ചയായിട്ടും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണമെന്ന് മാത്രം. അല്ല ഡോക്ടർ, ഇപ്പോൾ ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ രോഗലക്ഷണം? അപ്പോൾ ആളുകൾക്ക് അതൊരു ആശങ്ക ഉണ്ടാകുമല്ലോ. എന്താണ് ആ ഒരു രോഗലക്ഷണം? അതിൽ വേണ്ടുന്ന ഒരു ജാഗ്രത എന്താണ്? ഇപ്പൊ നമുക്ക് ഷിഗല്ല മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രോഗങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഈ കുട്ടിയുടെ മരണകാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. സാധാരണ ഷിഗല്ല മൂലം ഉണ്ടാകുന്ന ഡയറിയ വയറിളക്ക രോഗങ്ങൾ നമുക്ക് ശരീരത്തിനകത്ത് ഉള്ള നിർജ്ജലീകരണം ഉണ്ടാവുകയും ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെട്ടു പോവുകയും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഡയറിയ ആണ് ഈ രോഗം മരണകാരണമായിരിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. നമുക്ക് നിർജ്ജലീകരണം ഒഴിവാക്കുവാനായിട്ട് ധാരാളം വെള്ളം ഉള്ളിലേക്ക് ചെല്ലുന്ന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, മറ്റ് പരിസര ശുചീകരണത്തോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വവും കൃത്യമായി പാലിക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഈ ബേസിക് ആയിട്ട് ഡയറിയൽ ഡിസീസ് ഉണ്ടാകുന്നത് തടയുവാനുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. അത് വളരെ സങ്കീർണതയുള്ള ചികിത്സാ രീതിയോ പ്രിവെന്റീവ് മെഷേഴ്സോ അല്ല. അല്ല ഡോക്ടർ, ഇതിലൊരു സംശയം. ഇപ്പോൾ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണോ ഈ ബാക്ടീരിയക്കുള്ളത്? ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ദയവായിട്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ആ യാത്രയിലാണ് തോന്നുന്നു, ശബ്ദം ക്ലിയർ ആകുന്നില്ലെങ്കിൽ പോലും ഒരു സംശയം ചോദിച്ചത് ഇതായിരുന്നു. ഈ ബാക്ടീരിയ ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അത് പ്രവർത്തിക്കുമോ? ഈ രോഗലക്ഷണങ്ങൾ ഇപ്പോൾ വയറിളക്കം, വയറുവേദന, ഛർദി ഇതൊക്കെ വളരെ ഉടൻ തന്നെ പ്രകടമാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, മറ്റ് ചില ബാക്ടീരിയ പോലെ തന്നെ വളരെ പെട്ടെന്ന് ഗുരുതരമാകുന്ന ഒരു രീതിയിലുള്ളതല്ല. സാധാരണ നമുക്ക് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ വരെയൊക്കെ തന്നെ ഇത്തരം രോഗങ്ങൾക്ക് നമുക്ക് സമയം ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള സാവകാശവും അവസരവും ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു രോഗത്തെക്കുറിച്ച് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒറ്റൊരു സംശയം കൂടെ, ഇത് എങ്ങനെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിൽ വരുന്നത്? ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഭക്ഷണം മലിനമല്ലാത്ത സാഹചര്യം, എങ്ങനെയാണ് ഇത് ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത? യൂഷ്വലി ഇതൊരു ആഹാര പദാർത്ഥങ്ങളിൽ കൂടിയോ നമ്മൾ മലിമസമായ അന്തരീക്ഷത്തിൽ ആഹാരം കഴിക്കുക അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ഉള്ളിലേക്ക് പോവുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സാധാരണഗതിയിൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ഇത്തരം തരത്തിൽ ഈ രോഗം വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നതിന് പൊതുവായി മാറുന്നത്. അതോടൊപ്പം തന്നെ മലിനമായ അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടാത്ത വെള്ളം ഉപയോഗിക്കുന്നതും മരണത്തിനും ഈ രോഗത്തിനും ഒക്കെ രോഗമുണ്ടാകാനുള്ള കാരണമായി മാറിയേക്കാം. റൈറ്റ്, വളരെയധികം നന്ദി. ഡോക്ടർ സുൽഫിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഷഹീദ്, അവിടുത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് കുട്ടികളെയും അതേപോലെ തന്നെ മുതിർന്നവരെയും ഒക്കെ പെട്ടെന്ന് തന്നെ പരിശോധിക്കുന്നു. രോഗവാഹകരുണ്ടോ, ബാക്ടീരിയ വാഹകരുണ്ടോ എന്നുള്ളത് കണ്ടെത്താനുള്ള ജാഗ്രതാ നടപടികളൊക്കെയാണ് നടക്കുന്നത്. ജില്ലാ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ് ഷഹീദ്? തീർച്ചയായും ആരോഗ്യവകുപ്പ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് വ്യക്തി ശുചിത്വമാണ്. കാരണം മലിനമായ ആഹാരം കഴിക്കാതെ. ഷഹീദ്, ഒന്ന് തുടരുക. DMO തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഡോക്ടർ ജയശ്രീ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ജയശ്രീ, വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കുട്ടി മരിക്കുന്നു, അതിനുശേഷം കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിക്കുന്നു, അങ്ങനെയൊക്കെയാണ് മാധ്യമ വാർത്ത വരുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? DMOക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. 26 പേർക്കാണ്, മരിച്ച കുട്ടി ഉൾപ്പെടെ 26 പേർക്കാണ് സംശയാസ്പദമായിട്ട് കണ്ടിരിക്കുന്നത്. 6 സ്ഥിരീകരിച്ച കേസുകളാണുള്ളത്. അവരൊക്കെ തന്നെ രോഗം ഭേദമായി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആളുകൾ ഇനി ഉണ്ടോ എന്നുള്ളത് അവിടെ നമ്മൾ സർവൈലൻസ് നടത്തുന്നുണ്ട്. അവിടുത്തെ കിണറുകളിലെ വെള്ളം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സാമ്പിൾ അയച്ചിട്ടുണ്ട്. കിണറുകളിലൊക്കെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്, ബോധവൽക്കരണം നടത്തുന്നു, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. കൂടുതൽ കേസുകൾ ഇപ്പം നിലവിലില്ല. സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഡോക്ടർ ജയശ്രീ, ഇതൊരു പ്രത്യേക സ്ഥലത്താണോ ഇതിപ്പോൾ ഉണ്ട് ഈ കാണുന്നത്, ഈ മുണ്ടിക്കൽ താഴം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമാണോ ഇതുള്ളത്?
അതെ അതെ അതെ, അവിടെ മാത്രമാണ് ഇപ്പോൾ കേസുകളുള്ളത്. ഇത് ഇതിന്റെ ഒരു രോഗലക്ഷണം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അവർക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇതിന്റെ ഒരു രോഗലക്ഷണം? എങ്ങനെയാണിത് ശരീരത്തിൽ ഈ ബാക്ടീരിയ കിടക്കുന്നത്? ഇത് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ബാക്ടീരിയ കുടലിലെത്തുന്നത്. അതിനുശേഷം വയറിളക്കം, പനി, ശക്തമായ പനി. വയറിളക്കത്തില് എന്റെ കൂടെ 10% ആളുകളിൽ മലത്തിന്റെ ഒപ്പം രക്തവും ഉണ്ടാവും. പിന്നെ കടുത്ത ക്ഷീണം, പനി, തളർച്ച, ഛർദി, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. വയറിളക്കത്തിന് സാധാരണ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് സാധാരണ ഇത് കൂടുതൽ കാണുന്നത്. പക്ഷെ മുതിർന്നവരിലും രോഗം വരാം. ബാക്ടീരിയ കുടലിൽ എത്തിക്കഴിഞ്ഞ് ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണം ഉണ്ടാകാം. ചിലപ്പോൾ 7 ദിവസം വരെ നീണ്ടു നിൽക്കാം, ചിലപ്പോൾ കുറച്ചും കൂടെ നീളാം. ഒരു കാര്യം കൂടെ, ഒരു സംശയം കൂടെ. ഇപ്പോൾ ഈ ബാക്ടീരിയ ബാധിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ തൊടുന്നത് കൊണ്ട്, സ്പർശിക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഇത് പടരാനുള്ള സാധ്യതയുണ്ടോ? നമ്മളിത് ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യക്തിശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വയറിളക്കം ഉള്ള രോഗികളെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ നന്നായിട്ട് സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം. അതല്ലെങ്കിൽ അത് വയറിളക്കമുള്ള ആഹാരം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് ആഹാര പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഒഴിവാക്കണം. അതും രോഗം പകരാനായിട്ട് സാധിക്കും. ഈ ആളുകളോട്, അവിടെയുള്ള ആളുകളോടാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളോടാണെങ്കിലും ഇതിന്റെ ഒരു പ്രതിരോധം വരാതിരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ഡോക്ടർ ജയശ്രീ നൽകുക? നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വ്യക്തിശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഹാര പദാർത്ഥങ്ങൾ കഴിവതും നമ്മൾ തുറന്നു വെച്ചതും തണുത്തതും പഴകിയതുമായത് കഴിക്കാൻ. പിന്നെ നമ്മൾ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കുടിവെള്ള സ്രോതസ് അത് ക്ലോറിനേറ്റ്, കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം. ഇത് ടോയ്ലറ്റിൽ പോയതിനു ശേഷവും ആഹാരത്തിന് മുമ്പും കൈകൾ വൃത്തിയായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക. വ്യക്തിശുചിത്വമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ വയറിളക്കത്തിന് എന്തൊക്കെ മുൻകരുതലുകളാണ്? വളരെയധികം നന്ദി. കോഴിക്കോട് DMO ആണ് ഇതേക്കുറിച്ച് സംസാരിച്ചത്. ഷിഗല്ല ബാധിച്ച് കുട്ടി മരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിച്ച സാഹചര്യമുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നത് 26 പേർക്കാണ് ഇതിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നത്. 6 പേർക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നും ഡോക്ടർ ജയശ്രീ പറയുന്നു.